ഒരിക്കൽ കണ്ടുമുട്ടിയ എൻ്റെ സുഹൃത്തായ ഒരു വൈദിക വിദ്യാർത്ഥി പങ്കുവച്ചത് ഓർക്കുകയാണ്. സെമിനാരി ജീവിതത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങൾ വലിയ തീഷ്ണതയോടെ കടന്നുപോയ ഈ സഹോദരന് ഒരു നല്ല വൈദികനാകാൻ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നാൽ ഇടവഴികളിൽ സ്വന്തം അപ്പൻ്റെ രോഗബാധിത മൂലം സെമിനാരിൽ തിരിച്ചു വരേണ്ടി വന്നു. കാരണം അപ്പനൊരു നിർബന്ധം ഉണ്ടായിരുന്നു, മോനെ ഞാൻ വീട്ടിലില്ലെങ്കിൽ പിന്നെ വീട്ടിലെ കാര്യങ്ങൾ ഇന്ന് ആര് ചെയ്യും? തിരിച്ചു വന്ന ഈ വ്യക്തിക്ക് വൈദികനാകണമെന്ന അമിതമായ ആഗ്രഹം ഉള്ളിലുണ്ടായിരുന്നു. പിന്നീട് അതിന് കഴിയാത്ത അവസ്ഥയുടെ ദുഃഖവും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ധ്യാന അവസരത്തിൽ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം ശക്തമായൊരു മധ്യസ്ഥമാണെന്ന് തിരിച്ചറിഞ്ഞ ഈ യുവാവ് മാതാവിൻ്റെ വിമല ഹൃദയത്തിന് തന്നെയും തൻ്റെ കുടുംബത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. എൻ്റെ ജീവിതത്തിൻ്റെ വിളി തിരിച്ചറിഞ്ഞപ്പോഴും എനിക്കതിൽ നിലനിൽക്കാൻ പറ്റുവാൻ പരിശുദ്ധ അമ്മേ, യോഹന്നാനെ പോലെ ഞാനും ഈ കുരിശിൻ്റെ കീഴിൽ നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ വിമല ഹൃദയ പ്രതിഷ്ഠ പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ അപ്പൻ പറഞ്ഞു, മോനെ നിൻ്റെ ആഗ്രഹം എന്താണ് അത് നടക്കട്ടെ. പിന്നീട് വൈദിക ജീവിതത്തിലേക്ക് കടന്നു വന്ന് ഞാൻ കണ്ടുമുട്ടുമ്പോൾ ഫിലോസഫി വിദ്യാർത്ഥിയായിട്ട് പഠനം പൂർത്തീകരിക്കുകയാണ്. ഇന്ന് വൈദിക പഠനത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ആ വൈദിക വിദ്യാർത്ഥി പറയുകയാണ്, എൻ്റെ ജീവിതത്തിലെ നിധി, മൺപാത്രത്തിൻ്റെ നിധി എനിക്ക് പിന്നെയും തിരിച്ചു തരാൻ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം എനിക്ക് വേണ്ടി സ്വർഗത്തിൽ മധ്യസ്ഥം വഹിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജൂലൈ 13 പരിശുദ്ധ റോസാ മിസ്റ്റിക്ക മാതാവിൻ്റെ തിരുനാൾ ദിവസം സഭയ്ക്ക് വേണ്ടി, വൈദികർക്ക് വേണ്ടി, സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ അമ്മയുടെ തിരുനാൾ മുതൽ ഓഗസ്റ്റ് 15 പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ വരെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് വൈദികർക്കും സഭയ്ക്കും വേണ്ടി കാലഘട്ടത്തിൽ പ്രാർത്ഥിക്കണം. വിളിയുള്ളവരെ വിളി നഷ്ടപ്പെടുത്താൻ പ്രതികൂലവും അനുകൂലവുമായ പല സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ അമ്മ അവിടെ കരം വിരിക്കും. നമുക്കും പ്രാർത്ഥിക്കാം ഒരുമിച്ച്. ഈ 33 ദിവസം വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ടിലൂടെ നമുക്കും യഥാർത്ഥ മരിയ ഭക്തരായി യേശുവിൻ്റെ യഥാർത്ഥ സേനാനികളാകാൻ ദൈവം ഈ ദിവസങ്ങളിൽ നമുക്ക് കൃപ തരട്ടെ. അതുകൊണ്ട് സഭയ്ക്ക് വേണ്ടി ഈ ദിവസം നമുക്ക് പ്രാർത്ഥിച്ച് ഒരുങ്ങാം.